നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചിയിൽ നിന്ന് ഇഗ്നോൻ്റെ ക്ലാസ്സിൽ ഓൺലൈനിൽ ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് യൂണിറ്റിൻ്റെ BHI 141-ൻ്റെ യൂണിറ്റ് 5-ഉം യൂണിറ്റ് 6-ഉം. ആ 5 യൂണിറ്റ് എന്ന് പറയുന്നത് ബോക്സർ റബല്ലിനെ പറ്റിയാണ്. ചൈനയിൽ നടന്ന 1900-ൽ നടന്ന ബോക്സർ റബല്ലിയൻ എന്നാണ് അതിൻ്റെ പേര്, അല്ലെങ്കിൽ യൂട്ടാൻ മൂവ്മെന്റ് എന്ന് പറയാം. എന്തുകൊണ്ടിത് അപ്രൈസിങ് അല്ലെങ്കിൽ ഈ കർഷകരുടെ വിപ്ലവമാണ്. ആരടുത്താണ് അവർ വിപ്ലവം സൃഷ്ടിക്കുന്നത് വെച്ചാൽ ഈ പുറത്തു നിന്ന് വന്ന് അവരെ അടിച്ചമർത്തപ്പെടുന്ന പുറം രാജ്യത്തിൽ നിന്ന് വന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ഗവൺമെന്റിനോട്. യൂട്ടാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൊസൈറ്റി ഉണ്ടാക്കി, റൈറ്റ് വേസ് ആയിട്ടുള്ള ഹാർമണി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് പറയുന്നത്. അതിനെയാണ് സ്കോളേഴ്സ്, അവിടുത്തെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ബോക്സർ എന്ന് പറഞ്ഞു. ഈ ഗ്രൂപ്പിനെയാണ് അവർ ബോക്സർ എന്ന് പറയുന്നത്. കാരണം അവിടെ ചൈനയുടെ മാർഷൽ ആർട്സ് ബോക്സിംഗ് ഒരെണ്ണം അതിലുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതും. ഇതിന്റെ ഈ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇതിനെ തടുക്കാൻ വിപ്ലവത്തിൽ ഇവർ ബോക്സിംഗ് കൂടുതൽ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ബോക്സർ റബല്യൻ എന്ന് പറയുന്നത്. കൂടാതെ ഇത് നമ്മുടെ ആ സമയത്ത് ചൈനയിൽ കൂടുതലായിട്ടും ക്രിസ്ത്യാനിറ്റി, അതായത് നമ്മളുടെ ഫോറിൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ നടന്ന 18-19 നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു മതമാണ് ക്രിസ്ത്യാനിറ്റി. അതും ഇതിവിടെ വന്ന് ചൈനയിൽ കൊണ്ടുവന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരോടും അല്ലെങ്കിൽ പാശ്ചാത്യ ആൾക്കാരോടും ഇവർക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് അവിടുത്തെ ചിയാങ് ഡൈനാസ്റ്റിയോടും എന്തുകൊണ്ട് ഇതിനെ അലൗ ചെയ്തു എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്കൊരു ദേഷ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടത്തെ കണ്ടീഷൻ, ആ ചൈനയിലെ കണ്ടീഷൻ 1901 ഈ ബോക്സർ പ്രോട്ടോകോൾ എന്ന് പറയും. അവിടെ എന്താ വെച്ചാൽ ഇതിൽ കൂടെ പല വിധത്തിലുള്ള സന്ധികൾ സിഗ്നേച്ചർ ചെയ്യുക. അതായത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന റൂളേഴ്സ് ഈ പുറം രാജ്യത്തിൽ നിന്ന്, ഫോറിനേഴ്സ് ഇല്ലെങ്കിൽ പുറം രാജ്യത്തിൽ നിന്ന് വന്ന പാശ്ചാത്യ രാജ്യത്തിൽ വന്ന ആൾക്കാരുമായിട്ട് സന്ധിയിൽ കൂടെ അവർക്ക് പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തതിന് എഗെയിൻസ്റ്റ് ആയിട്ടും ഈ ബോക്സർ ആൾക്കാർക്ക് സ്വന്തം ഗവൺമെന്റിനോട് ദേഷ്യമുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പരാമർശിക്കാൻ പറയുന്നത് സോഷ്യലായിട്ടും ഇക്കണോമിക്കലും ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. കാരണം ചൈനീസ് ട്രഡീഷണലി അവർ ഭയങ്കര ട്രഡീഷണൽ സ്ട്രക്ചറിൽ പോകുന്നവരാണ്. ചൈനീസ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കൺഫ്യൂഷ്യാനിസം ഫോളോ ചെയ്യുന്നവരാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് ഇവിടെ അവരുടെ പാശ്ചാത്യരുടെ ഇൻഫ്ലുവൻസ് കാരണം ഇവരുടെ മതപരമായ അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക, അതുകൂടിയൊക്കെ ഇവരുടെ പുതിയ സ്ഥാനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ചൈനയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അവരുടെ സ്വന്തം ഗവൺമെന്റിനോടും അതേമാതിരി പാശ്ചാത്യ ഗവൺമെന്റിനോടും ഒരു വ്യത്യാസം വരുന്നു. ഇതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജോലിക്ക് വേണ്ടി കോമ്പറ്റീഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കോമ്പറ്റീഷന്റെ ഇടയിൽ ഈ ബ്രൈബറി ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഫേവറിറ്റിസം കൊടുക്കുക എന്ന് പറയും, വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക, നെപ്പോട്ടിസം എന്നാണ് അതിന് പറയുക. അപ്പൊ അങ്ങനെ ജോലിയിലും ഇവരുടെ പ്രിൻസിപ്പിൾസ് അവിടെ പ്രാക്ടീസ് ചെയ്തതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് വരുന്നത്. അപ്പൊ എന്താവും, ജോലി ഇല്ലാണ്ടാകുമ്പോഴത്തേക്കും അവിടെ ടാക്സേഷൻ കൂടുതലാവും. ഗവൺമെന്റിന്റെ പ്രോബ്ലംസും അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട് ടാക്സ് മേടിക്കുക എന്നുള്ള കണക്കിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള സാധാരണ ജീവനക്കാരാണ് ഇത് അനുഭവിക്കുന്നത്. എന്തൊക്കെ ഗവൺമെന്റ് പുതിയതായിട്ട് കൊണ്ടുവന്നാലും അത് അനുഭവിക്കപ്പെടുന്നത് സാധാരണ ജീവനക്കാരായിരിക്കും, അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആ ചൈനയില് മുഴുവനും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കർഷകരാണ്. ഈ കർഷകർക്ക് ഇവരുടെ ടാക്സും ഇവരുടെ ലെവി പറയുന്ന കാര്യങ്ങൾ കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവൾ സ്വന്തം ഗ്രാമം വിട്ട് പല രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ പല സിറ്റീസിലേക്കും പോകാൻ തുടങ്ങി. അവർക്ക് ജോലി തേടി അവർക്ക് പോകേണ്ട ഒരു കാര്യം വന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഫ്ലഡ് വരുന്നു, അല്ലെങ്കിൽ ഭക്ഷ്യക്ഷാമം വരുന്നു. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് ഒരു റിലീഫ് കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റിനോട് സാധാരണമായിട്ടും സാധാരണ മനുഷ്യ സഹജമായ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. അങ്ങനെ വന്നതാണ് ഈ നമുക്ക് പറയാവുന്ന അവരുടെ കാര്യങ്ങൾ
ഒരു ഇക്കണോമി ഇല്ലാണ്ട് അല്ലെങ്കിൽ ധനപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യന് വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കേണ്ടി വരുന്നു, താഴ്ന്ന ലേബർ വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഫുഡ് കൂടെ കിട്ടാത്ത വരുന്നു. പിന്നത്തെ കാര്യമായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവര് ലാൻഡ് ലോഡ്സ് അവരെ ആൾക്കാരെ അല്ലെങ്കിൽ ചൂഷണം ചെയ്യുക, സ്ത്രീകളെ ചൂഷണം ചെയ്യുക, കുട്ടികളെ ചൂഷണം ചെയ്യുക, പ്രോസ്റ്റിറ്റ്യൂഷന് പോവുക, ഇങ്ങനത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ കൂടെയൊക്കെ അവർ ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇവർക്ക് ഈ ഇമ്പീരിയലിസ്റ്റ് അല്ലെങ്കിൽ ചൈനയിൽ വന്ന്, അതായത് ഈ ചൈനയിൽ ഓപ്പിയം വാർ ഉണ്ടായിരുന്നു നേരത്തെ, ആ ഓപ്പിയം വാറിൽ കൂടെ പല വിധത്തിലുള്ള സന്ധിയിൽ കൂടെ പുറം രാജ്യക്കാർക്ക് ചൈനീസ് ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് കൊടുത്തിരുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവർക്ക് ഈ ഗവൺമെന്റിനോട് ദേഷ്യം വരാൻ കാരണം ചൈനയുടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസം ഇതായിരുന്നു, ജീവിതത്തിൽ, അതായത് രാജാവ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ പുത്രൻ, നമ്മള് സാധാരണ പറയുന്നത് ഡിവൈൻ റൈറ്റ് തിയറിന്ന്, ആ സ്വർഗപുത്രൻ ആണ് രാജാവ് എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ആ രാജാക്കന്മാര് ഇവരെ പുറത്തുനിന്ന് വന്നവരെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷനറീസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മതവിശ്വാസം അല്ലെങ്കിൽ ഈ ട്രഡീഷണൽ വിശ്വാസമുള്ളവർക്ക് ദേഷ്യം തോന്നും. അപ്പൊ അങ്ങനെയാണ് ഈ നമ്മുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനോട് കർഷകർക്കുള്ള ദേഷ്യം വരുന്നതും അവര് തിരിച്ച് റിയാക്ട് ചെയ്തു വരുന്നു. 1860 ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സ്വയം നന്നാവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഗവൺമെന്റ് ചെയ്യുന്നതിനെയൊക്കെ നമ്മൾക്ക് മാറ്റണം എന്നുള്ള ഒരു ഐഡിയ അവർക്ക് വരുന്നു. അപ്പൊ ഇതിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഈ പുറം രാജ്യത്ത്, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവേക്കനിങ് അല്ലെങ്കിൽ മോഡേണൈസേഷൻ എന്ന് പറയും അതിന് ഇന്ത്യയിൽ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്, ചൈനീസിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷനറീസ് ഇവിടെ വന്ന് നമ്മളെ മോഡേണൈസ് ചെയ്യുക എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലും പഠിച്ചിട്ടുണ്ട്. ഇതേമാതിരി തന്നെ ഇവിടെയും അവര് എഡ്യൂക്കേഷനും മിലിറ്ററി ട്രെയിനിങ്ങും സയൻസ് ടെക്നോളജി ഇതൊക്കെ ഇവിടെ റീഫോം മൂവ്മെന്റ് എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരികയും അതുകൂടാണ്ട് 100 days റീഫോം എന്നുള്ള ഒരു ഫോമിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർക്ക്, അവിടെ ജീവിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി അത്രയും കൂടുതലായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൈനയിലുള്ള ഈ അതുകൂടാണ്ട് ചൈനയിൽ 1895 ജപ്പാൻ അവര് അറ്റാക്ക് ചെയ്യും. ജപ്പാന്റെ മിലിറ്ററിയുടെ മുമ്പിൽ ചൈനീസ് ഗവൺമെന്റിന്റെ മിലിറ്ററി അടിമയായി പോയി, അല്ലെങ്കിൽ അവര് തോറ്റുപോയപ്പോൾ അവിടെ ഒരു ട്രീറ്റി വരുന്നുണ്ട്, ഷിബനാസാക്കി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റി. ആ ട്രീറ്റി വഴി ചൈനീസിന്റെ ലാൻഡിൽ അല്ലെങ്കിൽ ചൈനയിൽ അവർക്ക് ചൈന പോർട്ടൊക്കെ പെർമിഷൻ കൊടുക്കും. ജപ്പാനിലുള്ള ബിസിനസ്സുകാർക്ക് അവിടെ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാനുള്ള സമ്മതം കൊടുക്കുക. ഫാക്ടറീസ് വഴി അവർ പോർട്ട് വഴി ബിസിനസ് ചെയ്യുക. അപ്പം സാധാരണമായ ഗവൺമെന്റിനോട് ഭരിക്കാൻ താല്പര്യം കുറവ് കാണിക്കുന്ന ഗവൺമെന്റിനോട് സാധാരണക്കാർക്ക് സ്വയസിദ്ധമായിട്ടുള്ള ഒരു വെറുപ്പുണ്ടാകും. പിന്നെ ഈ ലേബേഴ്സിനെയൊക്കെ അവര് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി റഷ്യൻ വാറിലും. അത് കൂടാണ്ട് ഈ ചൈനയുടെ എല്ലാ കൺട്രികളിലും ചൈനയുടെ വാറിന് ഭയങ്കരമായ ഒരു വാറ്, ഫ്രഞ്ച് വാറിന്റെ അടുത്തും ഫ്രഞ്ച് ആംഗ്ലോ വാറില്, ഈ വാറില് ജർമ്മൻ വാറ്, 4 വലിയ ഭരണാധികാരിയുടെ അടുത്ത് ചൈനയായിട്ട് ഫൈറ്റ് വന്നു അല്ലെങ്കിൽ യുദ്ധം നടന്നപ്പോൾ അവൾക്ക് യുദ്ധം തോറ്റതിന് ശേഷം, ചൈന തോറ്റതിന് ശേഷം അവർക്ക് വലിയ ഒരു എമൗണ്ട് ഇൻഡെമിനിറ്റി എന്നാണ് പറയാ, അതായത് നമ്മള് കോമ്പൻസേഷൻ എന്ന് പറയാറുണ്ട്. വാർ തോറ്റുപോയാൽ ഏത് രാജ്യമാണോ തോൽവിപ്പെടുന്നത് അവര് ജയിച്ച രാജ്യത്തിന് വലിയ എമൗണ്ട് കൊടുക്കണം, പൈസ കൊടുക്കണം, കൺസെഷൻ കൊടുക്കണം. അവർക്ക് വേണ്ട പൈസ എമൗണ്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻഡെമിനിറ്റി എന്ന് പറയാ. ഈ ഇൻഡെമിനിറ്റി കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ ഭരണത്തിനെ പറ്റി തന്നെ ഒരു മോശമായ ഒരു അഭിപ്രായം വരികയാണ് മഞ്ജു ഗവൺമെന്റിനോട്. അപ്പൊ ഇതുകൊണ്ട് എന്താ പറ്റുക വെച്ചാല്
ജപ്പാൻ വന്നിട്ടും ഇവിടെ കൂടുതലായിട്ട് ടെറിട്ടറീസ് വരുന്നു. അവര് ലിയോഡോങ് എന്നുള്ള പെനിൻസുല അവരുടെ കൺട്രോൾ കൊണ്ടുപോകുന്നു, തായ്വാൻ കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചൈനയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ചൈനയ്ക്ക് ഭരിക്കാനുള്ള പവർ കുറഞ്ഞു പോവാണ്. അപ്പൊ ഇങ്ങനെ ഈ ചൈന എന്നുള്ള പറഞ്ഞ ഒരു രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ യുദ്ധം കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോവാ. റഷ്യ കൊണ്ടുപോകുന്നു ചൈനയുടെ ഗ്രേറ്റ് വാൾ അല്ലെങ്കിൽ ആ മതിൽ കെട്ടിയ വലിയ നോർത്തിലുള്ള മതിൽ കെട്ടിയ ഭാഗം റഷ്യയുടെ ഏരിയയിൽ വരുമ്പോൾ അത് അവർ കൊണ്ടുപോകും. യാങ്ടിസി വാലി കൊണ്ടുപോകുന്നത് ബ്രിട്ടീഷുകാരാണ്. ഈ ഷാൻഡോങ് എന്ന് പറയുന്ന ഏരിയ കൊണ്ടുപോയിട്ടുള്ളത് ജർമ്മനിയാണ്. അതായത് അവനോന്റെ കൺട്രിയുടെ അടുത്തുള്ള ഭാഗങ്ങൾ അവര് പിടിച്ചു വെച്ച് അവരുടെ അധീനതയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഫ്യൂജിയാങ് ജപ്പാൻ കൊണ്ടുപോയി, ഗുഡാങ്ങും ജപ്പാൻ കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ യുനാൻ എന്ന് പറഞ്ഞ ഭാഗം ഫ്രഞ്ചുകാരും കൊണ്ടുപോയി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും, ചൈനയുടെ പല ഭാഗങ്ങളിൽ പല പാശ്ചാത്യ രാജ്യങ്ങളുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ കൺട്രോളിലാണ്. ഈ കൺട്രോളിൽ കൂടെ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവർക്ക് പെർമിഷൻ കിട്ടിയതുകൊണ്ട് അവിടെ റെയിൽവേസ് ഉണ്ടാക്കും, പല വിധത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കും, റിസോഴ്സസ് ഒക്കെ അവർ ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടെയും നാട്ടിലും നമ്മുടെ ഇന്ത്യൻ നാട്ടിലും ഇതൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അതിനെയാണ് നമ്മൾ ഇമ്പീരിയലിസം എന്ന് പറയാ. പുറം രാജ്യക്കാർ വന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വന്ന് അത് കൂടാണ്ട് ഈ ഫോറിൻ മിഷണറീസ് വരികയും അവര് ഈ ചർച്ചുകൾ അല്ലെങ്കിൽ പള്ളികൾ ഈ ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടാക്കുക, ആ പള്ളികളിൽ വഴി ഈ മതപരിവർത്തനം അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് ഇവിടെ കൊണ്ടുനടക്കാൻ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവര് ചൈനീസ് കൺഫ്യൂഷ്യാനിസം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. അപ്പോൾ ഇവർക്ക് ചൈനീസിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഈ പുറം രാജ്യങ്ങളിൽ വന്നിട്ടുള്ളവരോട് ദേഷ്യമുണ്ട്. അത് കൂടാണ്ട് രണ്ടാമതായിട്ട് ഈ പുറം രാജ്യങ്ങളിൽ വരുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന മഞ്ജു ഡൈനാസ്റ്റി, അവരുടെ ഡൈനാസ്റ്റിയോടും അവർക്ക് വെറുപ്പ് വരാൻ തുടങ്ങി. കാരണം എന്തിനാ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ നിങ്ങൾക്ക് സാമർഥ്യമില്ലാത്തത് കൊണ്ടല്ലേ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നത്. അപ്പൊ ഈ ഫോറിനിൽ വന്ന അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ വന്ന ആൾക്കാര് ഈ ബോക്സേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വിളിച്ചിരുന്നത് ഡെവിൾസ് എന്നാണ്. പ്രൈമറി ഡെവിൾസ് എന്ന് പറയാം, ആദ്യമായ ഡെവിൾസ്. അടുത്തത് ചൈനീസ് ഗവൺമെന്റ് ആരാണ്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന സെക്കൻഡറി ഡെവിൾസ്. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശം, അവർക്ക് സഹകരണങ്ങൾ കൊടുക്കുന്നതാണ് നമ്മുടെ ഗവൺമെന്റ്, അതായത് ചൈനീസ് ഗവൺമെന്റ്. അപ്പൊ അവര് രണ്ടാമത്തെ വിധത്തിലുള്ള ഡെവിൾസ് ആണ്. ആദ്യത്തത് ഇപ്പൊ ഫോറിൻ ഡെവിൾസ് ആണെങ്കിൽ രണ്ടാമത്തത് നമ്മുടെ തന്നെ രാജാവാണെന്നുള്ള ലെവലിലേക്ക് അവർ എത്തിപ്പെടുകയാണ് ആ ജനത. അപ്പൊ ആ ജനതയ്ക്ക് മാനസികമായിട്ട് അവനവന്റെ രാജാവിനോടുള്ള പ്രതിപത്തിയോ അല്ലെങ്കിൽ ഭരണാധികാരിയോടുള്ള ദേഷ്യം അവരങ്ങനെ കാണിക്കുകയാണ്. ഇതിന്റെ കൂടെയാണ് ഇവര് ഈ ബോക്സർ റെബല്യൻ വന്ന് ഇതിങ്ങനെ ഓർഗനൈസേഷൻ ആയിട്ട് എസ്റ്റാബ്ലിഷ് ഓർഡർ വരുമ്പോ അവിടെ ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ടായപ്പോൾ അവർ പിടിച്ചുപറി, നമ്മൾ ബാൻഡറി എന്ന് പറയും അതിന്, പിടിച്ചു പറിക്കാനും സീക്രട്ട് സൊസൈറ്റി ഉണ്ടാക്കാനും തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ നമ്മൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ ഓടിക്കണം, അല്ലെങ്കിൽ പുറം രാജ്യത്തിൽ നിന്ന് വന്ന് നമ്മളെ ഭരിക്കാൻ വരുന്ന ആൾക്കാരെ ഓടിക്കണം. മിങ് ഗവൺമെന്റിന്റെ എംബറേഴ്സ് അവർക്ക് ചൈനയിൽ അവർക്ക് താല്പര്യക്കുറവ്, അവർക്ക് ഭരിക്കാൻ സാധിക്കാത്ത ഗവൺമെന്റിനെ മാറ്റണം. ഈ വിധത്തിലുള്ള വിചാരങ്ങളാണ് അവരുടെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവര് ബോക്സേഴ്സ് എന്ന് പറയുന്ന ഈ വിപ്ലവകാരികൾ സിലിങ് സാത്തുങ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി അവര് ഒരു ഒക്ടോബറിൽ ഒരു ക്രിസ്ത്യൻ ഫാമിലികളെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ക്രിസ്ത്യൻ ഫാമിലികളെയും അല്ലെങ്കിൽ പള്ളികളെയും ഒക്കെ അറ്റാക്ക് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ബോക്സേഴ്സ്. ഈ ബോക്സേഴ്സ് എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആൾക്കാരാണ്, അത് കർഷകരാണ്. അവരുടെ ഉദ്ദേശം അനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് സ്ഥലമില്ല, നിങ്ങൾ ഇവിടെ മാത്രമല്ല ഈ പോസ്റ്റർ, പല വിധത്തിലുള്ള പോസ്റ്റർ നമ്മൾ ഈ കാലിക്കറ്റ് അല്ലെങ്കിൽ ആ ഏരിയയിൽ കാണാൻ നമ്മൾ ചിത്രത്തിൽ അല്ലെങ്കിൽ ചുവരെഴുത്ത്
ചുവരെഴുത്ത് വഴി അവരുടെ അഭിപ്രായങ്ങൾ അവര് രാത്രി വന്ന് ചുവരിൽ എഴുതി കൊണ്ടുപോകും റെഡ് കളറിൽ. അതൊരു ഒരു കമ്മ്യൂണിസ്റ്റ് പോളിസിയോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്റെ പോളിസി, എന്റെ വിശ്വാസം ഇതാണെന്ന് പറയുന്നതിനാണ് നമ്മൾ ഗ്രാഫിറ്റി എന്നാ പറയാ. അതായത് മതിലിൽ എഴുതി വെക്കുക. മതിൽ എഴുതി അവരുടെ കാര്യങ്ങൾ എന്തിനെ പറ്റി എഴുതി? ഗവൺമെന്റ് ആയിരുന്ന മഞ്ജൂസ് എന്ന് പറയുന്ന ഗവൺമെന്റിനെ പറ്റി, അവരുടെ ഗവൺമെന്റിന്റെ വീഴ്ചയെ പറ്റിയാണ് അവര് എഴുതിയിരുന്നത്. അപ്പോൾ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചുവരെഴുത്ത് എന്ന് പറയും നമ്മൾ അതിന് മലയാളത്തില്. ഈ ചുവരെഴുത്ത് അവര് അവിടെ അനുഭവിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഷാൻഡോങ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ജപ്പാന്റെ ആൾക്കാരുടെ ഏരിയ അവരുടെ കൺട്രോളിൽ ഇരുന്നു. 3 കൊല്ലത്തോളം ഒരു കൺട്രോളിൽ പിടിച്ചോണ്ടിരുന്നു. ഇവരുടെ പോർട്ട് ഉണ്ട്. ഈ പോർട്ട് വഴി ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ അവരുടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. റെയിൽവേസ് ഉണ്ടാക്കി. ഈ റെയിൽവേസ് വഴി അവരെ സാധനങ്ങൾ പോർട്ടിൽ എത്തിക്കുക. ഇന്ത്യയിൽ ഉണ്ടാക്കിയല്ലോ ഗവൺമെന്റ്, ബ്രിട്ടീഷ് റെയിൽവേസ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഉണ്ടാക്കി. ഇതൊക്കെ അതേമാതിരി തന്നെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നത്? സാധാരണക്കാരന്, ബോട്ടുകാരന്, അല്ലെങ്കിൽ പോർട്ടറിന്, അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ ജോലി കുറയാൻ തുടങ്ങി, അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ തുടങ്ങി. ആ നഷ്ടം വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പിനോടും എന്തുകൊണ്ടാണ് അവർ മതം മാറാൻ, വിശ്വാസം അല്ലെങ്കിൽ മതം മാറുന്നത്? അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഗവൺമെന്റ് ഭരിക്കുന്നത്. ടാക്സ് കൂടുതലാണ്, ആഹാരമില്ല, ജോലിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആരാണോ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത് ആ മതത്തിലേക്ക് മാറുക എന്നുള്ളതാണ് അവരുടെ പോളിസി. അങ്ങനെയാണ് ഇവിടെ ഒരുപാട് മതമാറ്റം നടക്കുകയും ഈ മതമാറ്റത്തിൽ കൂടെ അവർക്ക് ലോയൽറ്റി ഗവൺമെന്റിനോട് അല്ലെങ്കിൽ സ്വയം ഭരിക്കുന്ന ഗവൺമെന്റിനോടുള്ള ലോയൽറ്റി തീർപ്പിനോട് അല്ലെങ്കിൽ സ്വയം ഭരിക്കുന്ന ഗവൺമെന്റിനോടുള്ള ലോയൽറ്റി തീർപ്പ് പോകും. അല്ലെങ്കിൽ അവർക്ക് സ്വന്തം രാജ്യത്തിലെ രാജാവിനോടോ അല്ലെങ്കിൽ രാജ്യഭരണത്തിനോടോ ഇഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷൻ വരികയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഈ മിഷനറീസിനോടുള്ള വെറുപ്പ്. ഇവർ വന്നത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നെന്നുള്ള ഒരു വേറൊരു, അതായത് ഒരു ഭാഗത്തിന് മിഷനറി ഗ്രൂപ്പിനോട് വെറുപ്പ് വരുന്നു. അതായത് മനസ്സിൽ നമ്മളുടെ ഗവൺമെന്റ് ആണ് ഭരിക്കേണ്ടതെന്ന് തോന്നുന്നവരാണ് അവർക്ക് ഈ മിഷനറി ആൾക്കാരോട് വെറുപ്പ് വരുന്നതും. അങ്ങനെ ആ ഒരു സ്ട്രഗിൾ വന്ന് അല്ലെങ്കിൽ ഒരു വിപ്ലവമാണ് ഷാൻഡോങ് എന്ന് പറഞ്ഞ സ്ഥലം 1896 ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ടാക്കി. ആ സീക്രട്ട് സൊസൈറ്റിയുടെ പേരാണ് ബിഗ് സ്വേർഡ് സൊസൈറ്റി, അല്ലെങ്കിൽ നമുക്ക് പറയാം ദാദോ ഹോയ് എന്ന് പറയും. 87-97 അവര് വിപ്ലവം പുറപ്പെടുകയാണ്. യൂടാങ് മൂവ്മെന്റ് എന്നാണ് ഇതിന്റെ പേര്. അത് ആ വിപ്ലവത്തിൽ കൂടെ ഈ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഈ സീക്രട്ട് സൊസൈറ്റിയിൽ ഉള്ള മെമ്പേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. കർഷകര്, ഹാൻഡിക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവര്, അർബൻ അല്ലെങ്കിൽ സിറ്റികളിൽ താമസിക്കുന്ന സാധാരണക്കാര്, അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത കൂലി വേലക്കാർ ഇല്ലാത്ത ആൾക്കാര്. അപ്പൊ ഈ ഓർഗനൈസേഷനിലെ മുഴുവനും പാവപ്പെട്ട ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ആ ഓർഗനൈസേഷന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെറിയ ബോയ്സും ഗേൾസും എല്ലാരും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഇതിൽ വരുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ മുഖാന്തരം നല്ല ലീഡേഴ്സ് അവർക്ക് റാങ്ക് ഫയൽ കൊടുക്കുകയും അവർക്ക് ഈ ഓരോ സ്ക്വാഡ് എന്ന് പറയും. ഈ ഓരോ സ്ക്വാഡ് എന്ന് വെച്ചാൽ 10 പേര്, 10 ഫൈറ്റേഴ്സ്. ഇതിൽ വിശ്വസിക്കുന്നവരെയാണ് ഫൈറ്റേഴ്സ് എന്ന് പറയാം. ഈ 10 പേര് ഒരു സ്ക്വാഡിൽ വരും. ആ 10 സ്ക്വാഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ബ്രിഗേഡ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് 10 ഒരു 10 ഗ്രൂപ്പിന് ഒരു ലീഡർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ 10 ആകട്ടെ വലിയ ഈ ഗ്രൂപ്പ് ആക്കിയിട്ട് അവര് കൺട്രോൾ ചെയ്യാനും അവരെ ട്രെയിനിങ് കൊടുക്കാനാണ് ഈ ഗ്രൂപ്പിന്റെ ലീഡറിന്റെ വർക്ക്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഈ അവിടെ എന്നിട്ട് അവരുടെ ഉദ്ദേശം അവിടെ താമസിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഫോറിൻ മിഷനറീസിനെയും ബാക്കിയുള്ളവരെയും അവരെ അറ്റാക്ക് ചെയ്യുക, അവരെ പുറത്താക്കുക. അതാണ് അവരുടെ ഉദ്ദേശം. ഇത് ബെയ്ജിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഗവൺമെന്റ്, ആ സമയത്ത് ബെയ്ജിംഗ് ആണ് ഗവൺമെന്റിന്റെ തലസ്ഥാനം. തലസ്ഥാനത്തിരിക്കുന്നവര് ഇതിനെ ഒന്ന് അടിച്ചമർത്താൻ
വേണ്ടിയിട്ട് ഒരു പോളിസികൾ ഉണ്ടാക്കുകയും ഒരു പുതിയതായിട്ട് ഒരു ആർമി ഉണ്ടാക്കുകയും ചെയ്തു. ആ ആർമി വഴി ചൈനീസ് ഗവൺമെന്റ് പൊളിറ്റിക്കലായിട്ട് ഒരു ഇൻവോൾവ്മെന്റ് ഉള്ള വലിയ വലിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ആർമി ഉണ്ടാക്കി ഈ ചെറിയ സാധാരണക്കാരെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഇതാണ് നടന്നത്. അപ്പോൾ ഈ സമയത്ത് ഇവിടെയുള്ളവരും നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ യുദ്ധം ചെയ്യുകയും അവര് പുതിയ ബറ്റാലിയൻ ഉണ്ടാക്കുകയും ചെയ്തു. അതുകൂടാണ്ട് ഇവരെന്താ ചെയ്ത വെച്ചാൽ ജർമ്മന്റെ ഗ്രൂപ്പിനെയും കൂടെ കൂട്ടി. എന്നിട്ട് ഒരു കൂട്ടക്കൊലയാണ് മഹാറ്റുവാനിൽ നടക്കുന്നത്. ഈ കൂട്ടക്കൊല നടന്നു കഴിഞ്ഞ ശേഷം ഒരു 1900 ഒരു ബോക്സസിന്റെ വളരെ വളരെ ഒരുപാട് നമ്പേഴ്സ് അവരൊക്കെ മാറിപ്പോവുകയും, കാരണം ഇവരുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇവരുടെ കൂട്ടക്കൊലയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാറിപ്പോവുകയും ചെയ്യുന്നു. അവര് നോർത്ത് ഈസ്റ്റേൺ പ്രോവിൻസിലേക്ക് മാറിപ്പോവാണ്. ഇപ്പോഴത്തേക്കും ഈ ബോസ്റ്റൺ അല്ലെങ്കിൽ ബോക്സർ എന്നുള്ള ഐഡിയാസ് സ്പ്രെഡ് ആകാൻ തുടങ്ങി. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്തത്? ചൈനീസ് ഗവൺമെന്റ് ഈ ആരൊക്കെയാണോ ഈ കൺവേർട്ട് ചെയ്തിട്ടുള്ളവരെ, ഈ ബോക്സർ ഗ്രൂപ്പുകാരെ കൺവേർട്ട് ചെയ്തിട്ടുള്ള മിഷനറി ഗ്രൂപ്പ് വഴി കൺവേർട്ട് ചെയ്ത ചൈനീസിനെ കൊല്ലുക, അവരുടെ പള്ളികൾ നശിപ്പിക്കുക, അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ സ്ഥലങ്ങൾ നശിപ്പിക്കുക, വീടുകൾ നശിപ്പിക്കുക, അതുകൂടാണ്ട് എല്ലായിടത്തും ഓടിക്കേറി നടന്ന് അവരെ ഉപദ്രവിക്കുക. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവര് യോട്ടാൻ മാത്രം ക്യാപ്ചർ ചെയ്യുകയും സൗത്ത് പെക്കിംഗ് അവരുടെ കൺട്രോളിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ ഗവൺമെന്റിന് ഇത്രയും ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ അവര് കൂടുതലായിട്ട് ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ റെയിൽവേ ലൈൻസ് കട്ട് ചെയ്ത് വിടും. റെയിൽവേ ലൈൻസ് കട്ട് ചെയ്ത് വിടും. അതേമാതിരി ഗവൺമെന്റിന്റെ ഓഫീസുകൾ അറ്റാക്ക് ചെയ്യും. അതേമാതിരി തന്നെ ഗവൺമെന്റിന്റെ അനോണിമസ് കോള് അല്ലെങ്കിൽ ആൾക്കാരെ പറയാണ്ട് നമ്മള് പോസ്റ്റർ എഴുതുക, അതിനാണ് അനോണിമസ് പോസ്റ്റർ എന്ന് പറയും. ഇവരെ ഈ വിദേശികളെ ഇവരെന്താ ചെയ്യുന്ന വെച്ചാല് ഇവരുടെ മനസ്സിലത്തെ വിചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവര് തലയിൽ ഒരു ചുമന്ന ടർബൻ കെട്ടും, അല്ലെങ്കിൽ ഒരു തൊപ്പി മാതിരി ഉണ്ടാക്കുക. പിന്നെ റെഡ് കളറിലുള്ള ഷൂസ്, സോക്സ്, അങ്ങനെയാണ് ഈ ബോക്സേഴ്സ് ഡ്രസ് ചെയ്തിട്ട് റോഡിൽ കൂടെ വാളും പരിചയം കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യണേ? അവര് ഒരു 800 സ്ഥാനങ്ങൾ, ഷ്രൈൻസ് ആണ് അവര് നശിപ്പിച്ചത്. കാരണം ഇവിടെ കൂടെ ഈ റോഡ് കൂടെ അവരുടെ ദേഷ്യമാണ് ചുമന്ന ഷൂസ്, സോക്സ്, കയ്യിൽ വാളും പരിചയം. ഈ വരുമ്പോൾ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സാധാരണക്കാരായ ആൾക്കാരും പള്ളിയിൽ വസിക്കുന്നവരും അവര് പ്രൊട്ടക്ഷൻ ചോദിച്ചു ഗവൺമെന്റിനോട്. അത് മാത്രമല്ല ഈ ബോക്സേഴ്സ് എന്താ ചെയ്യുന്നത്? രാത്രി ഡെമോൺസ്ട്രേഷൻ നമ്മൾ ഇപ്പോഴും കാണാറുണ്ട്. കണ്ണൂർ ആ ഭാഗത്ത് രാത്രി പന്തം പിടിച്ചിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ പോവുക. അപ്പോൾ പന്തം പിടിച്ച ഡെമോൺസ്ട്രേഷൻ പോയി കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ഇരുട്ടത്ത് ഓടി ഒളിക്കാനും പറ്റും. ആൾക്കാരെ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ടൻജില് ഒരു പുതിയ ഒരു മിലിറ്ററി ട്രെയിനിങ് മാതിരി ഉണ്ടാക്കി ആ ട്രെയിനിങ് വഴി കൂടുതലായിട്ട് വാളും പരിചയം ഉണ്ടാക്കി. അതുകൂടാണ്ട് ഈ ചർച്ചുകൾ അല്ലെങ്കിൽ പള്ളികളൊക്കെ കത്തിച്ചു കളഞ്ഞു, ഇലക്ട്രിസിറ്റി പോൾസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, കസ്റ്റംസ് ഒക്കെ കട്ട് ചെയ്ത് കളയുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ പറ്റും? 2-3 മാസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബെയ്ജിങ് തേജിങ് ഏരിയയില് ഇവരിങ്ങനെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റിന്
വലിയൊരു പ്രോബ്ലം തന്നെയാണത്. ഈ ലൈൻസ്, പവർ ലൈൻസ് പോവുക, കപ്പൽ വരാൻ പറ്റാണ്ടുക, ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയാം, നമുക്ക് നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴാണ് ഇവരിങ്ങനെ കൂടുതലായിട്ട് പെക്കിങ്ങിലേക്കും ടെൻഷനിലേക്കും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഈ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മാസക്കണക്കോളം ഈ ആക്ടിവിറ്റീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബോക്സേഴ്സിന്റെ റിവോൾട്ട് അല്ലെങ്കിൽ ബോക്സർ ഗ്രൂപ്പിന്റെ വിപ്ലവം രണ്ട് സൈഡും, ഗ്രേറ്റ് വാളിന്റെ രണ്ട് സൈഡിലും നടുവിലും അതേമാതിരി യെല്ലോ റിവറിലും അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ അതുവരെ എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ ഇമ്പീരിയലിസ്റ്റ് പവർ അല്ലെങ്കിൽ മഞ്ചു ഗവൺമെന്റിലുള്ളവര് വളരെ വീക്കായി പോയി. ഈ ഗവൺമെന്റ് വീക്കായി വരുന്നു. ഈ റിവോൾട്ട് അല്ലെങ്കിൽ വിപ്ലവം കൂടുതലായിട്ട് സ്പ്രെഡ് ആകുന്നു. ഈ സ്പ്രെഡായി വരുമ്പോൾ ഇവർക്ക് പവർ കൂടുതലാവുന്നു എന്നുള്ളത് മനസ്സിലാക്കാണ്. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ 1900 ഈ ആന്റി ഇമ്പീരിയലിസ്റ്റ്, അതായത് ഈ പോസ്റ്റർ, ഞാൻ എഴുതിയമാതിരി പോസ്റ്റർ പല സ്ഥലത്തും കാണാൻ തുടങ്ങി. എവിടെയെന്ന് വെച്ചാൽ ചിൻസാങ്, ഫ്യൂജിയാങ്, ഗാങ്സി, ഷാൻസി, ഇതിലൊക്കെ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഈ ചൈനീസിന്റെ മാർഷ്യൽ ആർട്സ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ പറയും കളരി എന്ന് പറഞ്ഞ കളരിയുടെ മാർഷ്യൽ ആർട്സ് എന്നുള്ള ലെവലിലുള്ള അത് പബ്ലിക് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതുകൂടാണ്ട് പള്ളികളൊക്കെ കത്തിക്കുക, ഇവരെ ഓടിച്ചിടുക, അതായത് മിഷണറി പ്രീസ്റ്റുമാരെ, അച്ഛന്മാരെ ഓടിക്കുക, സീക്രട്ട് ആയിട്ട് സൊസൈറ്റി ഉണ്ടാക്കുക, കൂടുതലാണ് അവരുടെ വിപ്ലവങ്ങൾ അവർ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് യുഹാൻ ഷിക്കായി എന്ന് പറഞ്ഞിട്ടുള്ളവരും അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി മാൻഡറിൻസ്, അതായത് ചൈനീസ് ഗവൺമെന്റ്, ദ ഡോവർ എന്നാണ് എംപ്രസിന്റെ പേര്, അവര് ഒരു ഇതിറക്കുകയാണ്. ആരാണോ ഇങ്ങനത്തെ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് ഉള്ളവർ അല്ലെങ്കിൽ ഒരു നോട്ടീസ് അയക്കുകയാണ്, ആരാണോ ഇങ്ങനെ അവരെയൊക്കെ നമ്മൾ വാച്ച് ചെയ്യും, അവർക്ക് നമ്മൾ പണിഷ്മെന്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവരെ സറണ്ടർ ആയാൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള ഒരു ഇൻഫർമേഷൻ വരികയാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വിദേശികളായിട്ടുള്ള ഓഫീസർ, അവിടെ താമസിക്കുന്നവരും സീനിയർ കോർട്ട് ലെവലിലുള്ളവരും ഈ സൊസൈറ്റികൾക്ക്, അതായത് ഈ ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നു. ആ സൊസൈറ്റിയുടെ പേരാണ് സെഡീഷ്യസ് സീക്രട്ട് സൊസൈറ്റി. ഈ സൊസൈറ്റിയിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ ആൻഡ് USA, ഈ 5 പേരാണ് ഇതില്. ഈ 5 ഫോറിൻ എൻവോയ്സ് അല്ലെങ്കിൽ 5 ഫോറിൻ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്തിട്ട് ഈ സീക്രട്ട് സൊസൈറ്റി ഉണ്ടാക്കി, സെഡീഷ്യസ് സീക്രട്ട് സൊസൈറ്റി ഉണ്ടാക്കി. ഇതിന്റെ കൂടെ അവര് ചൈനീസ് ഗവൺമെന്റിനോട് പറയും, നമ്മള് ഈ ബോക്സേഴ്സ് എന്നുള്ള അല്ലെങ്കിൽ ആ യുട്ടാൻ ഗ്രൂപ്പിനെ ഒരു ക്രിമിനൽ ഓർഗനൈസേഷൻ ആണെന്ന് പ്രഖ്യാപിക്കണം. അപ്പൊ മഞ്ചു ഗവൺമെന്റ് ഇതിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇങ്ങനെ വന്നപ്പോൾ ഈ ബോക്സസിന് ഒരു ത്രെറ്റ് ആണ്, അല്ലെങ്കിൽ മഞ്ചു ഗവൺമെന്റിന് മനസ്സിലായത് ഈ ഫോറിനേഴ്സ് ആണ് കൂടുതലായിട്ടും നമുക്ക് ഉപദ്രവം ചെയ്യുന്നവര്. സാധാരണ നമ്മുടെ ആൾക്കാരായ ബോക്സേഴ്സിനെക്കാട്ടിലും കൂടുതലായിട്ട് ചൈനീസ് ഗവൺമെന്റിന്റെ പ്രശ്നം വരാൻ പോകുന്നത് ഈ ഫോറിൻ ഗ്രൂപ്പാണെന്ന് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി. അപ്പൊ എന്ത് പറ്റും? ഫോറിൻ ഗ്രൂപ്പുകാരും അവരുടേതായ ആർമികൾ കൊണ്ടുവരാണ്. ഈ ആർമിയിൽ കൂടെ അവർക്ക് ഈ ബോക്സസിനെ എതിർക്കാൻ വേണ്ടി അവരുടെ ഗ്രൂപ്പ് കൊണ്ടുവരുന്നു. അതിൽ 8 പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനികളുണ്ട്, അല്ലെങ്കിൽ 8 ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് ഫ്രാൻസ്, ഒന്ന് ബ്രിട്ടൻ, പിന്നെ ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി, ജപ്പാൻ, USA ആൻഡ് റഷ്യ. ഇത് 8 പേരും കൂടെ ചേർന്നു. അതായത് പുറം വിദേശികൾ ഒരുമിച്ച് ചേർന്ന് ചൈനയെ അറ്റാക്ക് ചെയ്യുക, കൂടുതലായിട്ട് ചൈനയെ അടിച്ചമർത്താൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ അല്ലെങ്കിൽ ചൈനീസ് ആയിട്ടുള്ളവർക്ക് അവരുടെ മനസ്സിലൊരു നാഷണലിസം, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം രാജ്യത്തിൽ ആ നാഷണലിസം എന്നുള്ള ഫീലിംഗ് അവിടെ വരുന്നത് ആ സമയത്താണ്. അപ്പൊ അതിനെന്താ പറ്റുക വെച്ചാല് ഇവര് ഒരു സൊണാലി യമൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് ഉണ്ടാക്കി, ചൈനീസിലുള്ള വിദേശികള്. എന്നിട്ട് ഒരു പവേഴ്സ് എല്ലാം കൂടെ അഡ്വാൻസ്മെന്റ് കൊണ്ടുവരികയും ചൈനീസ് ഗവൺമെന്റിനോട് പറഞ്ഞ് ഒരു വാറ്
അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനുള്ള ഒരു പ്രിപ്പറേഷൻ ആകുകയാണ്. ഈ പ്രിപ്പറേഷനിൽ വരുമ്പോഴത്തേക്കും ചൈനയില് പെക്കിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ചൈനക്കാരുടെ സോവർണിറ്റിയെ ഒരു അറ്റാക്ക് ആയിട്ട് അവര് കാണുന്നു. അപ്പൊ അങ്ങനെ വന്ന കൗൺസില്, ഒരു ഇമ്പീരിയൽ കൗൺസിൽ ഷെഡ്യൂൾ ചെയ്യും. അതായത് മീറ്റിംഗ് ജൂൺ 16 മീറ്റിംഗ് വെച്ചിട്ട് ഈ സിറ്റുവേഷൻ, ഇതിനെപ്പറ്റി 8 പുറം രാജ്യത്തിൽ 8 വിദേശികളുടെ ഇന്റർവെൻഷനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് വെച്ചത്. ഈ മീറ്റിംഗ് വെച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പലരും ബോക്സർ കോർട്ടിനെ പറ്റിയും അല്ലെങ്കിൽ പ്രോ ബോക്സറോ അല്ലെങ്കിൽ ആന്റി ബോക്സറോ ഡിവിഷനായിട്ട് മാറുന്നു. ആ ഡിവിഷനായിട്ട് മാറിക്കഴിഞ്ഞാൽ ഫോറിൻ പവേഴ്സ് എല്ലാരും കൂടെ നമ്മൾക്ക് യുദ്ധം തുടങ്ങാം എന്നുള്ള ഒരു വിധത്തിലേക്ക് എത്തിയിട്ട് അവരെന്താ ചെയ്യുക, ജൂൺ 21 1900 ഒരു വാർ അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപനം നടത്തുന്നു. ആ സമയത്ത് ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് 24 മണിക്കൂർ സമയം തരും. ആ 24 മണിക്കൂറിൽ നിങ്ങൾ സ്ഥലം കാലിയാക്കണം എന്നുള്ള ഒരു അന്ത്യശാസനം കൊടുക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ശേഷം ചൈനീസിന്റെ ട്രൂപ്പ് ഫയർ തുടങ്ങുകയും അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുകയും ഗവർണർ, വൈസ്രോയ് ഇവർക്കൊക്കെ ഒരു കോർട്ട് ഡിസിഷൻ ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി പോകുന്നു. ഈ രാജ്യത്തുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ എന്താ പറ്റിയ, ബാക്കിയുള്ള ഗവൺമെന്റിന്, അതായത് വിദേശികൾക്ക് ഇവരെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റി. അങ്ങനെ പാർട്ടീഷൻ ചെയ്ത് പറ്റി കംപ്ലീറ്റ് ആയിട്ട് അവരെ ജൂൺ 29 പെക്കിംഗ് ഗവൺമെന്റ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യാസമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു. അവര് പറഞ്ഞു ഡോജർ എംബ്രസറോട്, അതായത് രാജ്ഞി ഡോവർ എംബ്രസറോട് പറയും, നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യണം ഫോറിൻ ഗവൺമെന്റിനോട്, ഈ മോബ്സ് നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയണം, ഇതിന്റെ പിങ് ഗവൺമെന്റിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉത്തരം പറയണം, എന്തുകൊണ്ടായിരുന്നു ഈ വാർ അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപനം നടത്തിയത്, ചൈനീസിന്റെ ഹിസ്റ്ററിയിൽ ഇതിനെ വല്ലാത്ത ഒരു സിറ്റുവേഷൻ ആക്കി കൊണ്ടുവന്നില്ലേ മഞ്ജു റൂളേഴ്സ്. അങ്ങനെ അവര് ഒരു അവരുടെ പവറിനെ കൂടുതൽ അവര് എസ്റ്റാബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ എടുക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് ചൈനീസിന്റെ ഭരണാധികാരികള് വേറൊരു പാസീവായിട്ട് അല്ലെങ്കിൽ വേറൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ആർമി ഉണ്ടാക്കുന്നു. ആ 8 ആർമികൾ കൂടെ ഇവരെന്താ ചെയ്യുക, രാജ്യങ്ങള് കൊള്ളയടിക്കുക, ടെറിട്ടറികൾ മുഴുവനും അവരുടെ കൺട്രോളിൽ കൊണ്ടുവരിക, സപ്രഷൻ കൊണ്ടുവരിക, ബോക്സർ ഗ്രൂപ്പുകാരെ അല്ലെങ്കിൽ വിപ്ലവകാരികളെ സപ്രസ് ചെയ്യുക, വാർഷിപ്പ് കൊണ്ടുവരിക യാങ്ടിസി റിവറില്. അതുവഴി ചൈനീസിന്റെ ഹാർബർ ഉപയോഗിച്ചിട്ട് ഗൺമാനും എല്ലാരും ഉപയോഗിക്കുക. ഇത് മാത്രമല്ല, സ്ഥലമുള്ള ധനാധിപന്മാര് അല്ലെങ്കിൽ ലാൻഡ് ലോൺ എന്ന് പറയാം, അവരെ മേൽക്കോയ്മയുള്ളവരെയും അവരുടെ ഫോഴ്സിൽ ഗ്യാരണ്ടി കൊടുത്ത് സെക്യൂരിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ യൂട്ടാൻ ഫൈറ്റേഴ്സിന് വന്നത് ഒരു വലിയ ഒരു പ്രശ്നമാണ്. ഇവരുടെ റിസോഴ്സസും അവരുടെ ടെക്നിക്കൽ റിസോഴ്സസ് പിന്നെ മിലിറ്ററി ആയിട്ടുള്ള ഈ 8 പവർഫുൾ ആയിട്ടുള്ള വിദേശികളുടെ കോമ്പിനേഷന് നിൽക്കുമ്പോൾ അത് ഡിഫിക്കൽട്ടാണ്. കാരണം 8 കമ്പൈൻഡ് ആയിട്ട് രാജ്യങ്ങളാണ് ഇവരോട് ഫൈറ്റ് ചെയ്യുന്നത് അവരുടെ ആർമികളെ വെച്ചിട്ട്. അങ്ങനെ ജൂലൈ ഓഗസ്റ്റ് 1900 വലിയൊരു യുദ്ധമാണ് നടക്കുന്നത്. ആ യുദ്ധത്തിൽ ഭയങ്കരമായ നഷ്ടങ്ങളും 2 സൈഡിലേക്കും പല വിധത്തിലുള്ള ഡിസ്ട്രക്ഷൻസ് ഉണ്ടാകുന്നു. ഇതിലെ ബ്രിട്ടീഷുകാരും റഷ്യയും ജപ്പാനും ഫോഴ്സബിളി പെക്കിങ്ങിലേക്ക് പടക്കുകയും അവരുടെ പെക്കിങ് ആഗസ്റ്റ് മാസം പാതി ആഗസ്റ്റ് മാസം ആയപ്പോഴത്തേക്കും അവര് ഈ വിദേശികൾ അവരുടെ കംപ്ലീറ്റ് പവർ അവരെ കയ്യിൽ എടുക്കുകയും ചെയ്തു. അപ്പൊ എന്താ പറ്റിയ, എംബറസ് അല്ലെങ്കിൽ റാണി അവിടെ നിന്ന് ഡോക്വർ എംബറസ് അവിടെ നിന്ന് ഈ പെക്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഓടി പോവുകയാണ് ചെയ്യുന്നത്. അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. ആ സമയത്താണ് ഈ ബോക്സേഴ്സ് സ്റ്റിഫായിട്ട് അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് വളരെ വീരവാശത്തോടെ ഈ വിദേശികളോട് വഴക്കടിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഫൈറ്റ് കാരണം അവരുടെ അട്രോസിറ്റിയും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ, ചൈനീസിന്റെ പ്രശ്നങ്ങളും അതേമാതിരി പോപ്പുലേഷന് കൂടുതലാണ്.
ഈ സമയത്ത് ഇതിനെ അടിച്ചമർത്താൻ വേണ്ടി ലൂട്ട് ചെയ്യുക, സാധനങ്ങൾ കൊള്ളയടിക്കുക, സ്ത്രീകളെ റേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക, മറ്റേ ആർട്ട് വർക്കൊക്കെ ഡിസ്ട്രോയ് ചെയ്യുക, സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെ ചൈനയുടെ ലിവിങ് പ്രൂഫാണ്. ഇതൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവര് നശിപ്പിക്കാൻ തുടങ്ങി. അതേമാതിരി 14-ാം തീയതി, ജൂലൈ 14-ാം തീയതി 1900 ക്വിങ് ഗവൺമെന്റിന്റെ അടുത്ത് ഒരു സന്ധി സംഭാഷണത്തിന് വരുന്നു. ഈ 8 രാജ്യങ്ങളും ഒരുമിച്ച് ഒരു സംഭാഷണത്തിന് വരികയും അവരുടെ ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് മാറ്റാന്നുള്ള ഒരു സന്ധിയിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഈ സന്ധിയിൽ കൂടെ അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയ്ക്കും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയ്ക്കുമ്പോൾ അവർക്കൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കും. ബോക്സർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊണ്ടാക്കാണ്. ഇവിടുത്തെ ബോക്സർ എപ്പിസോഡ് അല്ലെങ്കിൽ ഇവിടുത്തെ ബോക്സർ വിപ്ലവം നിർത്തണം എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ബോക്സർ പ്രോട്ടോകോൾ വഴി അവര് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ അലൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരുമിച്ചുള്ള 8 പേരുടെ ഗ്രൂപ്പിന്റെ ആവശ്യം എന്തായിരുന്നു. അവര് പറഞ്ഞത് അവരുടെ ഗ്രൂപ്പിൽ 1900 ഡിസംബറിൽ ചൈനയില് ഈ ഡിസ്കഷൻസ് നടക്കുകയും അതുവഴി അവര് അഗ്രിമെന്റ് സൈൻ ചെയ്തു, സന്ധി സംഭാഷണം. ഈ പ്രോട്ടോകോളിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല് ഒരു 12 ആർട്ടിക്കിൾ ആണ് പറയുന്നത്. 12 ആർട്ടിക്കിളില് ചൈനയുടെ റോയൽ ഫാമിലി ബെർലിനിലേക്ക് പോവുക, എന്നിട്ട് അവിടെ എംപററിന്റെ കൂടെ ഇരിക്കുക. അതേമാതിരി കൗൺസില്, അതായത് കൗൺസില്, ഈ ഗ്രാൻഡ് കൗൺസിലിൽ ഒരു ജർമ്മൻ മിനിസ്റ്റർ കൊലപ്പെട്ടിരുന്നു, അതിനുള്ള ഒരു സ്പോട്ടിൽ തന്നെയാണ് അങ്ങനെ മരിച്ചുപോയി, അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ പ്രോട്ടോകോൾ എന്താന്ന് വെച്ചാൽ എല്ലാ സിവിൽ സർവീസ് എക്സാമിനേഷൻസും എല്ലാ സിറ്റിയിലും ഉള്ളതും എവിടെയാണോ വിദേശികൾ മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് അവിടെ ആ രാജ്യങ്ങളിലൊക്കെ ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ നടത്താൻ പാടില്ല. മൂന്നാമതായിട്ട് പറഞ്ഞത് അവിടുത്തെ ചൈനീസ് ബോർഡിന്റെ റവന്യൂ, വൈസ് പ്രസിഡന്റിന്റെ റവന്യൂ ജപ്പാനിലേക്ക് കൊടുക്കുകയും ജപ്പാൻ എംപറർ ഗവൺമെന്റ് റിഗ്രറ്റ് ചെയ്താൽ മാത്രമേ ആ മേർഡറിനെ പറ്റി, അതായത് ജാപ്പനീസ് ലെജിസ്ലേഷൻ ചാൻസലറിന്റെ മേർഡറിനെ പറ്റി അവരൊരു അന്വേഷണം വെക്കുക. നാലാമതായിട്ട് ഈ ഓരോ മോണ്യുമെന്റ് ഉണ്ടാക്കുന്ന അത് അവിടെ ഡിസ്ക്രീറ്റ് ചെയ്യണം. അഞ്ചാമതായിട്ട് ഈ എല്ലാവിധ ആംസ് ആൻഡ് അമ്യൂണിഷൻ, അതായത് യുദ്ധപ്പടക്കോപ്പുകൾ ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവരാൻ പാടില്ല. ആറാമതായിട്ട് വരുന്നത് ലീഗലി പെക്കിങ്ങില് അവർക്ക് റിസർവേഷൻ കൊടുക്കണം, എക്സ്ക്ലൂസീവായിട്ട് താമസിക്കാൻ ഫോറിനേഴ്സിന് അല്ലെങ്കിൽ വിദേശികൾക്ക് താമസിക്കാൻ പെർമിഷൻ കൊടുക്കണം. നാലാമതായിട്ട് പോർട്സ് എല്ലാം കൂടെ ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ കടൽ മുഖാന്തരം പെക്കിങ്ങിലേക്ക് വരാനും പോകാനുള്ള കമ്മീഷൻ കൊടുക്കണം. അതേമാതിരി എട്ടാമതായിട്ട് അവിടെയുള്ള സെന്റേഴ്സിലേക്ക് അവരുടെ പവറിനെ നിങ്ങൾ അധികാരത്തിന് എടുക്കണം. ഒമ്പതാമതായിട്ട് പറയുമ്പോഴത്തേക്കും എവിടെയൊക്കെയാണോ ഡെത്ത് പെനാൽറ്റി ഉള്ളത്, അതായത് ഏത് ആൾക്കാർക്കാണോ ഡെത്ത് പെനാൽറ്റി ഉള്ളതും അല്ലെങ്കിൽ ഫോറിൻ സൊസൈറ്റിക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല. അടുത്ത 10ാമത്തെ ഡിമാൻഡ് എന്താ വെച്ചാല് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന വ്യവസായ സന്ധിയും നാവിഗേഷനും നമ്മുടെ പുഴയിൽ യെല്ലോ റിവറിൽ പോകുന്ന എല്ലാം അവരുടെ ഫോറിന്റെ അല്ലെങ്കിൽ വിദേശികളുടെ പാർട്ടിസിപ്പേഷന് സമ്മതം കൊടുക്കണം. 11ാമത്തേതായിട്ട് പറയുന്നത് ഈ ഫോറിൻ ഓഫീസ് അത് കൺഫേം ആവണം, അത് അവിടെ കൊണ്ടുപോകണം. അങ്ങനെ പല വിധത്തിൽ ഇവര് എടുത്തു കൊണ്ടുപോയി അവരുടെ ഈ ഇൻഡെമിനിറ്റി അല്ലെങ്കിൽ യുദ്ധം ചെയ്തതിന്റെ 333 കോടി US ആണ് അവർക്ക് 40 കൊല്ലം കൊണ്ട് കൊടുക്കണം എന്നുള്ള ഇങ്ങനത്തെ പ്രോട്ടോകോളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചൈനയുടെ ഗവൺമെന്റിന്റെ മാക്സിമം റിസോഴ്സ് അവര് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതില് ഈ 15 മില്യൺ കൊടുത്തു വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, സോൾട്ട് ടാക്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവരുടെ ഗവൺമെന്റിന് ഭയങ്കരമായിട്ട് അത് പ്രശ്നമായിട്ട് വരികയും ചെയ്യുന്നു. പിന്നെ അക്കാഡമിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള ഡിബേറ്റ്സ് നടത്തി, ഒഫീഷ്യലായിട്ട് പല വിധത്തിലുള്ള ചർച്ചകൾ നടത്തി, പബ്ലിക്കേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു, ഹിസ്റ്റോറിയൻസിന്റെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ചൈനീസ് ഗവൺമെന്റിന്റെ
പവർ കുറഞ്ഞ് വരികയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ചൈനീസ് ഗവൺമെന്റിനെ അവർ അടിച്ചമർത്തി ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു. അപ്പോൾ മാർക്സിസ്റ്റ് പോളിസികൾ ഫെയിലിയർ ആയപ്പോഴത്തേക്കും മോഡേണൈസ് ആകാൻ പറ്റാത്തത് രാജ്യം വീക്ക് ആയത് കൊണ്ടാണെന്നുള്ള ഒരു അഭിപ്രായത്തിൽ എത്തുകയും പിന്നെ അതിനെ എന്തുകൊണ്ട് നമ്മൾക്ക് റിവൈവ് ചെയ്തുകൂടാ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മള് കുറച്ചുകൂടെ മഞ്ജു ഗവൺമെന്റ് കുറച്ചുകൂടെ കാര്യമായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ ഗവൺമെന്റിന്റെ പ്രോട്ടോകോൾ നമ്മൾ അനുസരിച്ച് കൊണ്ട് തന്നെ ചൈനയെ ഉദ്ധരിക്കുക എന്നുള്ള ഒരു ലെവലിലേക്കാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനത്തിൽ വന്ന് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അടുത്തതായിട്ട് വരുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ഇത്രയും കഷ്ടം കണ്ടപ്പോൾ 6ാമത്തെ യൂണിറ്റിൽ നമ്മൾ പറയുന്നത് മുഴുവനും സ്വന്തമായിട്ട് സ്ട്രെങ്തൻ ചെയ്യണം. അതായത് നമുക്ക് പറയാം ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതേമാതിരി ഇവിടെയും നാഷണൽ മൂവ്മെന്റിന്റെ ഗ്രോത്ത് ആണ് നമ്മൾ കാണുന്നത്. അതും 100 ഡേയ്സ് റീഫോംസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് കൂടുതലായിട്ട് പരാമർശിക്കാൻ പോവാന്നാണ്. അപ്പൊ ഈ 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന മാതിരി തന്നെ 19ാം നൂറ്റാണ്ടിൽ ഇവർക്കും ഒരു സ്ട്രോങ് ആയിട്ട് നാഷണലിസം എന്നുള്ള നാഷണൽ വ്യൂ, നമ്മുടെ രാജ്യം എൻ്റെ രാജ്യം, നമ്മൾ ഇന്ത്യയിൽ ആ സമയത്ത് ഡു ഓർ ഡൈ എന്നുള്ള ആ നാഷണൽ ഫീലിങ്സ് വരുന്നതാണ് ഈ ചൈനയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ വെസ്റ്റേൺ പവേഴ്സിന്റെ ട്രീറ്റി വഴി 1858 അവര് വെച്ചിട്ടുള്ള ടൈപ്പിംഗ് പോളിസികളും ഫോറിനേഴ്സിന്റെയും ഈ കർഷകരുടെ വിപ്ലവം ഇതെല്ലാം കൂടെ ഉരുത്തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരു റീഫോം മൂവ്മെന്റ് എന്ന് പറയാം. ആ റീഫോമിന്റെ മൂവ്മെന്റ് ഡെവലപ്പ് ആവുന്നു. ആ റീഫോം മൂവ്മെന്റിൽ ആദ്യമായിട്ട് നമ്മൾ പരാമർശിക്കുന്നത് സ്വന്തം കാര്യങ്ങൾ നടത്താനുള്ള മൂവ്മെന്റ്, അല്ലെങ്കിൽ സ്വന്തം ആയിട്ട് സ്വയം, നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ നമ്മള് സെൽഫ് സഫീഷ്യൻസി എന്നുള്ള ലെവലില് നമ്മൾ അവര് യൂറോപ്യന്റെ രാജ്യങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന ഓപ്പിയം വാറിൽ വന്നിരുന്ന നഷ്ടങ്ങളും എല്ലാം മാറ്റിയെടുക്കണം. ടോൺസി റെസ്റ്റോറേഷൻ എന്ന് പറയും. ആ റെസ്റ്റോറേഷൻ എന്ന് വെച്ചാൽ തിരിച്ച് പഴയ പ്രതാപത്തിലേക്ക് എത്തുക എന്നുള്ളത്. ആ ടൈറ്റില്, എംപററിന്റെ ടൈറ്റില് തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ സ്ഥാനം കൊണ്ടുവരണം. ഇതിന് അവർ 1861 മുതൽ 1874 വരെ 2 പോളിസിയാണ് ചെയ്തത്. ആദ്യത്തെ പോളിസി എന്ന് പറയുന്നത് ആ പിങ് ഗവൺമെന്റിന്റെ പവറിനെ തിരിച്ച് എത്തിക്കുക. അതായത് അതിന്റെ അർത്ഥം എന്താ വെച്ചാല് കൺഫ്യൂഷ്യാനിസം സൊസൈറ്റീനെ തിരിച്ച് രാജ്യത്തിലേക്ക് കൊണ്ടുവരിക. അതുകൂടാണ്ട് ഇവിടെ പല വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസ്, തിരിച്ച് റിവൈവൽ, നമ്മൾ വിശ്വസിച്ചിരുന്നത് എന്താണോ അതേ ഡൈനാസ്റ്റിയിലും പഴയ ചരിത്രത്തിൽ പഴയ വിധത്തിൽ നമ്മളുടെ ഗവൺമെന്റിനെ റീഓർഗനൈസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരുമിപ്പിച്ച് ഹാൻഡ് റെസ്റ്റോറേഷൻ കൂടാതെ കൊണ്ടുവരിക. അപ്പോ ഈ സെൽഫായിട്ട് സ്വന്തമായിട്ട് നമ്മുടെ മോഡേണൈസേഷൻ വഴിയാണെങ്കിൽ കൂടിയും നമ്മളുടെ തരത്തിൽ നമ്മളുടെ വിചാരങ്ങളെ തട്ടാണ്ട വിധത്തിൽ നമ്മൾ റെസ്റ്റോറേഷൻ ചെയ്യണം എന്നാണ് ആദ്യത്തെ പോളിസികളായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാല് ഈ സ്ട്രെങ്തനിങ്, അല്ലെങ്കിൽ സ്വയം പര്യാപ്തത എന്ന് പറയാം. ഈ സ്വയം പര്യാപ്തത വരുമ്പോ പ്രിൻസ് ക്വിങ്, അപ്പോ അതേമാതിരി സാങ് എംപററിന്റെ ബ്രദർ സെങ്ബിങ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഒരു മിനിസ്ട്രി ഉണ്ടാക്കുന്നു. ഈ മിനിസ്ട്രി സിവിൽ വർക്സിന് ഒരു മിനിസ്ട്രി ഉണ്ടാക്കുന്നു. ഈ ഒരു എങ്ങനെയാണ് ഈ പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളതിനൊരു ഇമ്പീരിയൽ കമ്മീഷണറെ ഇടപാട് ചെയ്ത് ആ കമ്മീഷണർ വഴി വേണം ഈ കാര്യങ്ങൾ നടത്തിച്ചെടുക്കാൻ. അപ്പോൾ സിയോ ചട്ടാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസറെ കൊണ്ടുവരികയും ആ ആന്റി ടൈപ്പിംഗ് മാനുവലിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതിൽ ആദ്യമായിട്ട് അവർ റെസ്റ്റോറേഷൻ ചെയ്യുന്നത് കാർഷികമായിട്ടുള്ള എക്കോണമി, അല്ലെങ്കിൽ കാർഷിക വിപ്ലവം എന്ന് പറയാം. ഈ കാർഷിക വിപ്ലവത്തിൽ കൂടെയാണ് നമ്മൾ മുന്നിലേക്ക് വരേണ്ടത് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വരികയാണ്. ഈ ഒഫീഷ്യൽസ് എല്ലാവരും കൂടെ ഒരു കൺഫ്യൂഷൻ എഡ്യൂക്കേഷൻ കൊണ്ടുവരികയും അവര് രാജ്യത്തിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു എക്കോണമിയാണ്. അതായത് യാങ്ടസി വാലി എന്ന് പറയുമ്പോൾ ഇവരുടെ വലിയൊരു ചൈനീസിന്റെ ഏരിയകളാണ്. ഇപ്പൊ നോർത്ത് ചൈന ഒരു സൊസൈറ്റി, റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഫോം ചെയ്ത് അവിടെ
എങ്ങനെ കാർഷിക വിപ്ലവം എന്ന് പറയാം. ഈ കാർഷിക വിപ്ലവം വഴി അവർക്ക് സ്ഥലമില്ല, നഷ്ടപ്പെട്ടു പോയവരും അല്ലെങ്കിൽ അവിടെ നിന്ന് പോയവരും തിരിച്ച് നമ്മളുടെ രാജ്യത്തിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ വന്നതിന് ശേഷം അവർക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുക. ഈ ഗവൺമെന്റ് ആർക്ക് സപ്പോർട്ട് ചെയ്യണം? കർഷകർക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മാത്രമല്ലേ ആ ബാലൻസ് ശരിയാവുള്ളൂ. ഗവൺമെന്റിന്റെ പണവും അല്ലെങ്കിൽ ഫൈനാൻസ് കൊടുത്ത് സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള ജീവിത മാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കൺഫ്യൂഷ്യസ് തിയറി, പൊളിറ്റിക്കൽ തിയറി. ആ കൺഫ്യൂഷൻ തിയറിയിൽ അതാണ് പറയുന്നത്. ആ തിയറിനെ 3 തരമായിട്ട് നമ്മൾ വിഭജിക്കുന്നുണ്ട്. ഒന്ന്, ഈ ഇപ്പോൾ കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഏരിയകൾ എക്സ്റ്റെൻഡ് ചെയ്യുക, ദീർഘിപ്പിക്കുക. 2, ഈ പബ്ലിക് വർക്ക്സ്, എല്ലാവിധ പബ്ലിക് വർക്ക്സും എല്ലാവിധമായ ജനസമ്മതിയുള്ള വർക്കുകളും എക്സ്പാൻഡ് ചെയ്യുക, വലുതാക്കുക. 3, ഈ 3 കാര്യങ്ങൾ ചെയ്താലേ ഗവൺമെന്റിന്റെ സപ്പോർട്ടിന്റെ ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ടാക്സ്, ലാൻഡ് ടാക്സ്, ലാൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ കരം അടയ്ക്കുന്നത് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം എന്നുള്ളതാണ് അവരുടെ പോളിസി. ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എത്രത്തോളം എക്സ്റ്റൻഷൻ ചെയ്തു വരുമ്പോൾ രാജ്യം അല്ലെങ്കിൽ കൾട്ടിവേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ വലുതാക്കുക. എവിടെയാണോ അതിനു വേണ്ടിയിട്ട് അവർ എന്താ ചെയ്ത, ഈ കർഷക സോൾജിയേഴ്സ് അല്ലെങ്കിൽ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർ തിരിച്ചു വന്നവർക്ക് ലാൻഡ് ഒക്കെ കൊടുക്കുക. കർഷകർക്ക് വേണ്ട വിധത്തിലുള്ള പുറത്തൊക്കെ കർഷക രാജ്യം വിട്ട് തന്റെ സ്ഥലം വിട്ട് പോയ കർഷകരെ തിരിച്ചവിടെ കൊണ്ടുവരിക. അവർക്ക് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതായത് വെള്ളം സഹായിക്കുക. അങ്ങനെ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ വെള്ളം കൊടുക്കുക. അത് മാത്രമല്ല, അവിടെ അവരുടെ ഈ ചിയാങ് പ്രോവിൻസ് ഉണ്ട്. അത് ഈ പ്രോവിൻസിൽ തുടങ്ങിയപ്പോഴത്തേക്കും 800,000 നിന്ന് 40,000 ആൾക്കാരാണ് പോപ്പുലേഷൻ ഇൻക്രീസ് ആയത്. ഗവൺമെന്റ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 6 മാസം കൊണ്ട് 40,000 ലെവലിലേക്കുള്ള കർഷകർ അവിടെ അവനവന്റെ വിട്ടുപോയ സ്ഥലത്തേക്ക് തിരിച്ചു വരികയും അവരവിടെ താമസിക്കുകയും അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അവരുടെ കാർഷികം കൂടുതലായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഈ ഓരോ സെറ്റിൽമെന്റില് അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാല്, ഈ പെസൻസ് അല്ലെങ്കിൽ കർഷകന്മാര് സ്ഥലമില്ലാത്തവരുണ്ടായിരുന്നു. അവർക്ക് സ്ഥലം കൊടുക്കുകയും അവര് തിരിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും ഗവൺമെന്റ് കൊടുത്തു. അടുത്തതായിട്ട് ഞാൻ പറയുന്നു, ഈ പബ്ലിക് വർക്ക്സ്. ഏത് പബ്ലിക് വർക്ക്സ് ആണെന്ന് വെച്ചാൽ, ഒരു ക്ഷാമം വന്നാൽ, ഭക്ഷ്യക്ഷാമം വന്നാൽ അവിടെ ഗ്രാനറീസ് എന്ന് പറയും. ഗ്രാനറീസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ അരികൾ, നമുക്കിപ്പോ കോവിഡ് ടൈമിൽ നാട്ടിൽ നമുക്ക് സപ്ലൈ വന്നില്ലേ, ഫ്രീ ആയിട്ട് ഗവൺമെന്റിന്റെ സപ്ലൈ വന്നല്ലോ ധാന്യങ്ങൾ. അങ്ങനെയുള്ള ഗ്രാനറീസ് വഴി ആൾക്കാർക്ക് ധാന്യങ്ങൾ കൊടുക്കുക. കനാലും അല്ലെങ്കിൽ ചീത്തയായി പോയ കനാലുകളും വെള്ളത്തിന്റെ ഉറവിടങ്ങളും നന്നാക്കുക. എവിടെയാണോ കൂടുതലായിട്ട് വെള്ളം വരുന്നത് അവിടെ കനാൽ കെട്ടി റെസ്ട്രിക്ഷൻ ചെയ്യുക. അപ്പൊ അങ്ങനെ പബ്ലിക് വർക്ക്സ് ഗവൺമെന്റ് മുഖാന്തരം ആൾക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നത്തെ കാര്യം ടാക്സ് കുറയ്ക്കാൻ തുടങ്ങി. ടാക്സ് കുറച്ചത് എങ്ങനെയാ വെച്ചാല്, സിൽവറിന്റെ ടാക്സ്, അതായത് പ്രൈസ്, വെള്ളിയുടെ പ്രൈസ് കുറച്ച് മാറ്റി വിട്ടു. അതേമാതിരി ലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ടാരിഫ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ പഴയ റേറ്റിലേക്ക് കൊണ്ടുവരികയും പ്രൊപ്പോർഷനായിട്ടുള്ള ലാൻഡ് ടാക്സ് മാത്രം അടയ്ക്കാനും, അതേമാതിരി വാടകയിൽ റിഡക്ഷൻ ചെയ്തു. ഈ കാര്യങ്ങൾ മെജോറിറ്റി ആയിട്ട് പെസൻസിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അല്ലെങ്കിൽ ആ കർഷകർക്ക് ടാക്സ് റീഫോം വലിയൊരു സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വന്ന് അവര് ഇംപ്രൂവ് ആകും. അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലാൻഡ് ഓണേഴ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് കൂടാണ്ട് അല്ലെങ്കിൽ കാർഷിക വിപ്ലവം അല്ലാണ്ട് വേറെ ഏരിയയിൽ നമ്മൾ വിപ്ലവം കാണുന്നത് എങ്ങനെയാ വെച്ചാല്, ഈ ബിസിനസ്, ട്രേഡ് ആൻഡ് കോമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇംപ്രൂവ്മെന്റ് ട്രാൻസ്പോർട്ടേഷനിൽ ബീജിംഗിൽ നിന്ന് കടൽ മുഖാന്തരവും അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫുഡ് സപ്ലൈ കൊടുക്കുക.
ഷിപ്പുകൾ, നാവിക കപ്പുകൾ വരിക പോവുക. അതേമാതിരി മർച്ചന്റിന്റെ സ്റ്റീം എഞ്ചിൻ എന്ന് പറയുമ്പോൾ ആവി കൊണ്ടുള്ള നാവിഗേഷൻ, അതിൽ വഴി അവരുടെ ബിസിനസ്സുകൾ ഇംപ്രൂവ് ചെയ്യുക, നാവിഗേഷൻ തുടങ്ങുക. അപ്പോൾ അകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള വാട്ടർ ട്രാൻസ്പോർട്ട്, ഒരുപാട് റിവർ ഉണ്ട്. അപ്പൊ ആ റിവർ കൂടെയും റെയിൽവേസിൽ കൂടെയും ടെലിഗ്രാഫ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്തു. അപ്പൊ എന്ത് പറ്റും, ഈ സൊസൈറ്റിയുടെ നല്ലതാണ് അവര് ചെയ്യാൻ ഉദ്ദേശിച്ചതും, അതുകൊണ്ട് അവർക്ക് ആൾക്കാർക്ക് വിശ്വാസം വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഈ റിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലാൻഡ് നഷ്ടപ്പെട്ടവർക്ക് ലാൻഡ് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റേറ്റും അവരുടെ സിവിൽ അതോറിറ്റിയുമാണ്. ഈ സിവിൽ അതോറിറ്റിയിൽ അവർ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിലെ പാതി 19-ാം നൂറ്റാണ്ടിൽ ഓരോ ബ്യൂറോക്രസി, പരീക്ഷയിൽ ടാലന്റ് ഉള്ളവർക്ക് കൊടുക്കാന്നുള്ള എക്സാമിനേഷൻ, അതായത് എൻട്രൻസ് എക്സാം എന്നുള്ള മാതിരിയുള്ള എക്സാമിനേഷൻ കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ പവറിലേക്കും പ്രസ്റ്റീജിലേക്കും അത് കൂടുതലായിട്ട് വരുന്നു. ഇത് കൂടാണ്ട് ജനറൽ ആയിട്ട് ആൾക്കാർക്ക് ഒരു മോറൽ സപ്പോർട്ട് ഗവൺമെന്റിന്റെ കിട്ടുമ്പോഴത്തേക്കും അവർക്കൊരു വിശ്വാസം വന്നു. എല്ലാ ഓഫീസറെയും, ഐഡിയൽ ആയിട്ടുള്ള ഓഫീസറെ കണ്ടുപിടിക്കുക, ഏത് വിധത്തിലുള്ള കറപ്ഷനും അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യാത്ത ഓഫീസറെ സ്ഥാനത്തിലേക്ക് ആക്കുക. അങ്ങനത്തെ പൊളിറ്റിക്കലായിട്ടും അഡ്മിനിസ്ട്രേഷനായിട്ടും അവര് കൺസ്ട്രക്ഷൻസ് വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന് സ്കൂളുകൾ തുറന്നു, അക്കാഡമിക്സിന് തുറന്നു. ആ കൺഫ്യൂഷ്യൻ ടീച്ചിങ് കൂടുതലായിട്ട്, കൺഫ്യൂഷ്യാനിസം കൂടുതലായിട്ട് പരിണാമം കൊണ്ടുവരികയും ചെയ്തു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ പാശ്ചാത്യരോടുള്ള പുതിയതായിട്ടുള്ള ഡിപ്ലോമസി അല്ലെങ്കിൽ നയതന്ത്രപരം. ആ നയതന്ത്രം അവരെങ്ങനെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ജനുവരി 20, 1861 ഒരു സ്വങ്ങാലി യമൻ എന്നൊരു പാർട്ടി, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ കൂടെ ഇവിടെ എല്ലാവിധ ട്രേഡും അല്ലെങ്കിൽ പോർട്ടിൽ കൂടെ പോകുന്ന എല്ലാ ട്രേഡും കൺട്രോൾ ചെയ്യാൻ ഒരു സൂപ്രണ്ടിനെ കൊണ്ടിരുന്നു. അവര് പുറം രാജ്യമായിട്ട് സന്ധി സംഭാഷണങ്ങൾ കൂടെയും അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ബിസിനസ് ഒക്കെ ഒരു കൺട്രോൾമെന്റ്, ഒരു ചെക്കിംഗ് വേണം എന്നുള്ള ലെവലില് അങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് ഇവര് എന്താ ചെയ്യുക, ഓരോ ലോയും അമേരിക്കൻ മിഷണറിയുടെ ലോ ഒക്കെ ഇന്റർനാഷണൽ ലോ ആക്കി മാറ്റിയിട്ട് ഇതൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലേഷൻ ചെയ്ത് മനസ്സിലാക്കുന്ന വിധത്തിൽ ആക്കി ചൈനീസ് ഗവൺമെന്റ് ഒരു ഗവൺമെന്റിന് ഒരു പ്രൊട്ടക്ഷൻ വേണം എന്നുള്ള ലെവലില് ഈ പവേഴ്സ്, വെസ്റ്റേൺ അതായത് പാശ്ചാത്യരുടെ പവറിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ലെറ്റർ ഓഫ് ട്രീറ്റി മുഖാന്തരം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ റെസ്റ്റോറേഷൻ, ഗവൺമെന്റിന്റെ മൂവ്മെന്റ് ആണ്. ഈ ഫോറിൻ അല്ലെങ്കിൽ വിദേശ നയത്തിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ആയിട്ട് മെഷീനറി കൊണ്ടുവരിക, അതേമാതിരി ആംസിന്റെ ഇൻഡസ്ട്രി കൊണ്ടുവരിക. ഇതിലെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് കൊണ്ടുവരിക, മൈൻ ഉണ്ടാക്കുക, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കൊണ്ടുവരിക. അപ്പോൾ ആദ്യം കണ്ടത് അഗ്രികൾച്ചറൽ, കാർഷികം. പിന്നെ നമ്മൾ കാണുന്ന വിപ്ലവം മുഴുവനും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്. അങ്ങനെ 1870 ഇത് നന്നാക്കി പോളിസികൾ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി, ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി ഒരു റിക്കവറിയാണ് വരുന്നത്. ഡൊമസ്റ്റിക് ആയിട്ടും ഗാർഹികമായിട്ടും അതേമാതിരി ഫോറിൻ റിലേഷനിലും അവരൊന്ന് കൂടുതലായിട്ട് ടെക്നോളജി, മിനിമം ടെക്നോളജിയും അതേമാതിരി തന്നെ പുറത്തുനിന്ന്, അതായത് പാശ്ചാത്യരിൽ നിന്നുള്ള ടെക്നോളജി കുറച്ച് ഉപയോഗിക്കുക, ഇവിടത്തെ നാട്ടിലത്തെ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തില് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ അതിന്റെ അർത്ഥം വെറുതെ പറയുകയാണെങ്കിൽ നമ്മൾ നാഷണലിസം, നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇന്ത്യയിലും നാഷണലിസ്റ്റ് മൂവ്മെന്റിൽ ചർക്ക ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വെസ്റ്റേൺ ടെക്നോളജി ഉണ്ടെങ്കിൽ കൂടെയും നമ്മളുടെ സ്വതസിദ്ധമായ ഇൻഡസ്ട്രിയലെ പുരോഗമനത്തിൽ വാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതായത് ഹാൻഡിക്രാഫ്റ്റ്സ് ഇംപ്രൂവ് ചെയ്യുക, അവരുടെ അതുകൂടാണ്ട് മിലിറ്ററിയിൽ ആംസ് ആൻഡ് എമ്യൂണിഷൻസ് അധികം കുറയ്ക്കുക. മിലിറ്ററി ഗവൺമെന്റ്, സ്വന്തം ഗവൺമെന്റിന്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ 1865-67 4 വിധത്തിലുള്ള ഗവൺമെന്റിന്റെ കൺട്രോൾ കൊണ്ടിരുന്നു. ഈ കൺട്രോൾ മുഖാന്തരം ഇവർക്ക് മഞ്ജു ഡൈനാസ്റ്റിക്ക് ടെക്നിക്കലി, അതായത്
യുദ്ധക്കോപ്പുകളും അതിന്റെ മാനുഫാക്ചറും ചൈനയിൽ തന്നെ ചെയ്ത് അവരുടെ സ്വതസിദ്ധമായ അവരുടെ ആർമീനെ വലിയ വിധത്തിൽ റീഓർഗനൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം അവർക്ക് ക്ലാസ് സ്ട്രക്ചർ വാല്യൂസ് മനസ്സിലാക്കി അവർക്ക് പ്രാക്ടീസ് ചെയ്യാനും മെക്കനൈസേഷൻ ചൈനയിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ആ ടെക്നോളജീനെ നമുക്ക് അവിടെ ഒരു ചരിത്രപരമായ ഒരു വ്യത്യാസം അവരെ കൊണ്ടുവച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഈ ഡെഫിസിറ്റ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് കുറവ്, ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ കുറവാണ്, കുറവിനെ അതായത് ഗവൺമെന്റിന്റെ കുറവിനെ നികത്തുക, ഗവൺമെന്റിന്റെ തെറ്റുകളെ കറക്ഷൻ ചെയ്യുക, കറപ്ഷൻ ചെയ്തിരുന്ന ഗവൺമെന്റിനെ മാറ്റുക. അങ്ങനെ ഇവര് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ഇൻഡസ്ട്രിയൽ പോളിസികൾ കൊണ്ടുവരുന്നു. ഈ ഇൻഡസ്ട്രിയൽ പോളിസികൾ മുഖാന്തരം അവരുടെ ഗവൺമെന്റിന്റെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റിന്റെ സ്ഥാനങ്ങൾ ഊതിയെടുക്കുന്നു. ഇനി രണ്ടാമത്തെ ഫേസിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റപ്പിൽ നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ചാൽ കൂടുതലായിട്ട് മർച്ചൻസിന് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊണ്ടുവരികയും ഇൻഡസ്ട്രിയലൊക്കെ കൂടുതലാക്കുകയും ചൈന 876 മുതൽ 85 10 മൈൻസ് ഖനികൾ ചെയ്യാൻ ഗവൺമെന്റ് ആണ് സൂപ്പർവിഷൻ ചെയ്യുന്നത്. മർച്ചന്റ് ഓപ്പറേഷൻ ചെയ്യും, ഗവൺമെന്റ് സൂപ്പർവിഷൻ ചെയ്യും. അപ്പൊ അങ്ങനെ അതുകൂടാണ്ട് ടെക്സ്റ്റൈൽ മിൽസ് ഷാൻഹായ് ടെക്സ്റ്റൈൽ മിൽസ് ഉണ്ടാക്കുന്നു. പിന്നെ കാന്റോണിലെ സിൽക്ക് മർച്ചന്റ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ പതുക്കെ അവർ സ്വയം പര്യാപ്തതയിൽ എത്തിപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്. അതിന് മാത്രമല്ല സമാധാനം, നമുക്ക് പണവും അല്ലെങ്കിൽ സമ്പത്തും പവറും ഇത് രണ്ടുമായിരുന്നു അവരുടെ കൂടുതലായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നത്. ആ ഇംപ്രൂവ്മെന്റിന് വേണ്ടി സഹായിച്ചത് റെയിൽവേ സിസ്റ്റവും പോസ്റ്റൽ സിസ്റ്റവും. സിമിലർ നമ്മുടെ ഇന്ത്യയിൽ നടന്ന അതേമാതിരി തന്നെയാണ് ചൈനയിൽ നടന്നിട്ടുള്ളത്. അപ്പൊ അതേമാതിരി ഈ ഇൻഡസ്ട്രിയലൈസേഷൻ പതുക്കെ അവർ കൊണ്ടുവന്നു. പിന്നെ കൂടാണ്ട് നമുക്ക് കാണുന്നത് മോഡേൺ എഡ്യൂക്കേഷനെ പറ്റിയാണ്. മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിൽ തന്നെ പുറത്തു പോയ ആൾക്കാർ പഠിച്ചു വരിക. അതില് നമ്മുടെ ലീഡേഴ്സിനെ മാറ്റി സൺയാട്സൺ യാങ്സൺ ഇവരൊക്കെ പുറം രാജ്യങ്ങളിൽ പോയി പഠിച്ചു വരികയും പഠിച്ചു വന്നതിന് ശേഷം അത് അവരുടെ രാജ്യത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഇന്നോവേഷൻസിലൊക്കെ ട്യൂട്ടേഴ്സ്, ഒപ്പോസിഷൻ ഒരു തെറ്റൊക്കെ വരുമ്പോഴത്തേക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഇവരുടെ റിസൾട്ട് മാറ്റിമറിച്ചു അവര് പുതിയതായിട്ട് അവരുടെ തരത്തിലുള്ള റെസ്ട്രേഷൻ അവരെ കൊണ്ടുവന്നു. അതായത് പഠിപ്പ് സംബന്ധമായിട്ട്, ഹിസ്റ്ററി സംബന്ധമായിട്ട്, അല്ലെങ്കിൽ ചൈന ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് സംബന്ധമായിട്ട് പുതിയ ബുദ്ധിയുള്ള ആൾക്കാരെ ട്രാൻസ്ലേഷൻ കൊണ്ടിരിക്കുക, അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ കൊടുക്കുക, ഫൈനലായിട്ട് അവർക്ക് നല്ല അനാലിസിസ് കൊടുക്കുക, അങ്ങനെ ഷോർട്ട് ടേമിൽ നല്ല റിസൾട്ട്സ് കൊണ്ടുവരിക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവർ ലിമിറ്റേഷൻസോടുകൂടി ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ഫോറിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ഫോറിൻ പവർ അവിടെ കുറച്ച് കൊണ്ടുവരുന്നു. അതിന് ശേഷം അവര് റീഫോം മൂവ്മെന്റ്, പല വിധത്തിലുള്ള റീഫോം മൂവ്മെന്റ് കൊണ്ടുവന്ന് ചൈനയിൽ പുതിയതായിട്ടുള്ള ഫണ്ടമെന്റൽ ഡിസ്മാൻഡിൽ ചെയ്ത് അവരുടെ തെറ്റുകൾ മാറ്റി മനസ്സിലാക്കുകയും അവരുടെ റീഫോം മൂവ്മെന്റ് വഴി ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലവിധ ട്രീറ്റികൾ സൈൻ ചെയ്യുന്നുണ്ട്. മോഡേണൈസേഷൻ, റീഓർഗനൈസേഷൻ, മോണിറ്ററി, ബാങ്കിങ് എല്ലാം കൊണ്ടുവന്ന് അവരുടെ രാജ്യത്തിനെ അവര് പുരോഗതിയിലേക്ക് കൊണ്ടുവന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഓരോ ആൾക്കാരുടെയും തിയറികളും അവർ പ്രാക്ടീസ് ചെയ്ത് കൺഫ്യൂഷ്യസ് എന്നുള്ളത് റീഫോമർ എന്നുള്ള ലെവലിലേക്ക് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. യൂടാങ് സാറ്റാങ് എന്നുള്ളവരുടെയും അവരുടെ ചരിത്രപരമായ അല്ലെങ്കിൽ അവരുടെ സപ്ലൈ ഒക്കെ കൊടുത്ത് 100 years വാറോടുകൂടി അവര് ഒരു റീഫോം 100 days വാർ എന്ന് പറഞ്ഞിട്ട് ഒരു റീഫോം മൂവ്മെന്റ് വരികയാണ്. അതോടുകൂടിയാണ് ഈ സ്കോപ്പ് അല്ലെങ്കിൽ ഇവരുടെ റീഫോം മൂവ്മെന്റ്സ് തീരുന്നതും ചൈന നല്ല പുരോഗതിയിലേക്ക് പോകുന്നതും. നന്ദി, നമസ്കാരം.